ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഒരു സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ 100 ദിവസം ധാരാളമാണ്. ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് ഇത്രയധികം വിവാദങ്ങളിൽപ്പെട്ട മറ്റൊരു സർക്കാരില്ല. വിവാദങ്ങൾ സംഭാവന ചെയ്തതിൽ മുൻപന്തിയിൽ മുഖ്യനാണ്. മുഖ്യന് കൂട്ടായി KM ഷാജിയും. PM ശ്രീയെ അറബിക്കടലിൽ ഒഴുക്കാനിറങ്ങിയ ഷാജി വിവാദങ്ങളുടെ അഴുക്കുചാലിലും വീണു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ടീം VD സതീശൻ എന്ന പഴിയും ധാരാളമായി കേൾക്കുന്നു. യൂടേണും നുണയും ശീലമാക്കിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതി 100 ദിവസം കൊണ്ട് VD സതീശൻ നേടി. യൂടേണിലും നുണയിലും സെഞ്ചുറി പ്രകടനമാണ് കാഴ്ചവെച്ചത്. ലൈഫും കിഫ്ബി വികസനവും നിലച്ചു. മോദി സർക്കാരിനോട് നിവർന്നു നിന്ന് ചോദിക്കാനും പറയാനും കെൽപ്പില്ലെന്ന് മാത്രമല്ല, പഴയ ആ BJP ഡീൽ പ്രയോഗം അവർക്കു തന്നെ ആപ്പായി മാറി. ഭരിക്കുന്നത് ആരാണെന്ന ചോദ്യം തന്നെ ഉയർന്ന നാളുകൾ. കേരളം എന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്ന് സർക്കാർ നടപടികൾ വിവാദമായപ്പോൾ KC വേണുഗോപാൽ പോലും ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം ഭരണത്തിൽ പ്രതിഫലിപ്പിക്കാൻ സർക്കാരിനായോ? വോട്ടർമാരുടെ പ്രതീക്ഷ നിലനിർത്താനും നിറവേറ്റാനും മുഖ്യമന്ത്രിക്കാവുന്നുണ്ടോ? പറയുന്നതിലെ നുണ നാട്ടുകാർക്കും മനസ്സിലായിട്ടും നുണശീലം മാറാത്തത് എന്തുകൊണ്ടാണ്? സംഘപരിവാരത്തോട് സന്ധി ചെയ്തുള്ള കേന്ദ്രവിധേയത്വം മുഖ്യമന്ത്രിക്കും സർക്കാരിനും മേൽ കരിനിഴൽ വീഴ്ത്തിയോ? വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും ഫോക്കസ് സർക്കാരിനുണ്ടോ? MDMA പ്രതികൾ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണെന്ന തിരിച്ചറിവ് VD സതീശന് വ്യക്തിപരമായി തിരിച്ചടിയായോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ വോട്ടർമാർക്ക് മുമ്പിലേക്ക് വന്ന 100 ദിനങ്ങൾ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ VPP മുസ്തഫ, CPIM, N ശ്രീകുമാർ, വീക്ഷണം മുന്നെഡിറ്റർ, M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ ഈ ചർച്ചയിൽ ഡോക്ടർ VPP മുസ്തഫയും അതുപോലെ തന്നെ N ശ്രീകുമാറും ചേരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം N ശ്രീകുമാറിലേക്ക്. ഈ 100 ദിവസം ഒരുപാട് വിവാദങ്ങൾ വന്നു, ഒരുപാട് അതൊക്കെ ചർച്ചയായി. 100 ദിവസമാണ്. മുമ്പ് പറഞ്ഞ ഒരു സർക്കാരിനെ പൂർണ്ണമായി വിലയിരുത്താനുള്ള ദിവസങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു സർക്കാരിൻ്റെ ഡയറക്ഷൻ, അത് സർക്കാരിനെ അനുകൂലിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഒരുപോലെ പറയാൻ കഴിയുന്ന ഒരു ഡയറക്ഷൻ, ദിശ വ്യക്തമാകുന്നു. ഈ സർക്കാർ എങ്ങോട്ടാണ് എന്നത് വ്യക്തമാകുന്ന ദിനങ്ങളാണല്ലോ 100 ദിനം എന്ന് പറയുന്നത്. N ശ്രീകുമാർ, അവിടെ ഏറ്റവും അധികം കേട്ട വിമർശനം ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഒരുപാട് യൂടേണുകൾ എടുക്കേണ്ടി വന്നു, ഒരുപാട് നുണകൾ പറഞ്ഞു എന്ന് പറയുന്ന വിമർശനങ്ങൾ ധാരാളം കേട്ടു ഈ 100 ദിനങ്ങളിൽ. എന്നാൽ അപ്പുറത്ത് ജനങ്ങൾ നൽകിയൊരു വലിയ വിജയം, ആ വലിയ വിജയം, വൻ വിജയം എന്നുള്ളത് ഭരണത്തിൽ പ്രതിഫലിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ടോ? ജനക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും ഒരു ഫോക്കസ് സർക്കാരിനുണ്ടോ? 100 ദിനം താങ്കളെ എങ്ങനെയാണ് തോന്നിപ്പിച്ചത്? നോക്കൂ ശ്രീ ശരത്തെ, കേരളത്തിലെ ജനങ്ങള് ഇന്ന് ഉത്രാട ദിനത്തില് പൊതുവിപണിയിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച്, അതുപോലെ തന്നെ നാളെ അവര് തിരുവോണം ആഘോഷിക്കാനുള്ള സന്തോഷത്തിലാണ്. എല്ലാ വിഭാഗം ആളുകളുടെ കയ്യിലും ഗവൺമെന്റ് ധാരാളം പണം കൊടുത്തിരിക്കുന്നു. അവർക്ക് അർഹതപ്പെട്ട പണം തന്നെ കൊടുത്തിരിക്കുന്നു. അവർ സന്തോഷത്തോടുകൂടി ആ പണം പൊതു മാർക്കറ്റിൽ വിനിയോഗിക്കുന്നു. ഇന്ന് 4 മണിക്ക് സപ്ലൈകോയുടെ കണക്കനുസരിച്ചിട്ട് 422.17 കോടി രൂപയുടെ വിലക്കുറവുള്ള സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം സാധനങ്ങൾ ഇല്ലാത്ത സപ്ലൈകോയിലെ 385.42 കോടി രൂപയാണ് ഇന്നത്തെ 4 മണി വരെയുള്ള കണക്ക്. അപ്പൊ 4 മണിക്ക് ശേഷം എത്രയാണെന്ന് ആലോചിക്കുക. അപ്പൊ അതാണ് ജനങ്ങൾ നോക്കുന്ന, അതാണ്. അല്ലാണ്ട് പിന്നോട്ടടിച്ചോ, രാഷ്ട്രീയ വിവാദം ഉണ്ടായോ, കേന്ദ്രത്തിനെതിരെ പറയാത്തതുണ്ടോ, നുണ പറഞ്ഞോ, ഇതൊന്നും അല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് എന്ത് നൽകി. എല്ലാവർക്കും KSRTCയിൽ 10 വർഷത്തിന് ശേഷം അവർക്ക് ഉത്സവബത്ത, സർക്കാർ ജീവനക്കാർക്ക് ഉത്സവബത്ത, അംഗൻവാടിക്കാർക്ക് ഉത്സവബത്ത, ആശാവർക്കർമാർക്ക് ഉത്സവബത്ത, എന്തിന് കുട്ടികൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള നാളെ അവരുടെ കേന്ദ്രങ്ങളിൽ കുട്ടികളെ പരിചരിക്കുന്ന കേന്ദ്രങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ എത്ര 3-4 ലക്ഷം രൂപ. അതെല്ലാ കാര്യത്തിലും ഒരുപാട് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിയിരിക്കുന്നു. ആ പണം അവർ പൊതുമാർക്കറ്റിൽ ചെലവാക്കുന്നു. അങ്ങനെ ആ പണത്തിൽ നിന്നും കിട്ടുന്ന ടാക്സ് ഉപയോഗിച്ച് വീണ്ടും ഗവൺമെന്റ് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കാൻ പോകുന്നു. അവിടെ നിങ്ങൾ ഇന്ന് ശ്രീ ശരത്ത് ഈ ആമുഖത്തിൽ പറഞ്ഞ എന്താണ്? എല്ലാ രാഷ്ട്രീയ കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം പോലും താങ്കൾ പറഞ്ഞില്ല. ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായിട്ട് ഞാൻ കാണുന്നത്. രാഷ്ട്രീയം സംസാരിക്കാം, അതായത് VD സതീശന്റെ ഒപ്പമുള്ളവരെ
എന്താണ് MDMA-യുമായിട്ട് പിടിയിലായോ? ശരിയാണ്, യൂത്ത് കോൺഗ്രസ്സുകാരെ ഈ ഗവൺമെന്റ് പിടിച്ചു. അതുപോലെ തന്നെ DYFA-കാരനെയും ഈ ഗവൺമെന്റ് പിടിച്ചു. സംശയമുണ്ടോ കാര്യത്തില്? എല്ലാരെയും പിടിക്കും. അത് യൂത്ത് കോൺഗ്രസ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, യൂത്ത് കോൺഗ്രസ്സുകാരനെയും പിടിക്കും. അതാണ് ഗവൺമെന്റിന്റെ ഒരു നിഷ്പക്ഷമായ പോലീസ് പ്രവർത്തനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രവുമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുജനങ്ങൾക്ക് കൂടുതൽ അവർക്ക് അവരാഗ്രഹിച്ച രീതിയിൽ സംവിധാനം ചെയ്ത ഒരു പദ്ധതിയാണ് തൂഫാൻ. ശരി. അതായത് MDMA കേസ്, ലഹരി രാസലഹരി കേസില് ഒരുപാട് പേർ പിടിയിലായിട്ടുണ്ടെന്ന് മാത്രമല്ല, പല വീടുകളിലും സംതൃപ്തി, ഗവൺമെന്റിന്റെ ഈ നടപടികളെ കൊണ്ട് പല വീടുകളിലും സംതൃപ്തി. പിന്നെ അത് മാത്രമല്ല, സാധന വിലക്കയറ്റമില്ല. പൊതുവിപണിയിലെ ചിലയിടത്തൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നത്. കാരണം ഓണ വിപണിയിലെ വിലക്കയറ്റം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഓണ ദിവസത്തില്, ഉത്രാട ദിവസമൊക്കെ പൊതുവിപണിയിൽ വില കയറ്റും. അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള പൊതുവിപണിയിലെ സജീവമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തിയുകൊണ്ടാണ് കഴിഞ്ഞ വർഷം സപ്ലൈകോയിലെ 13 സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങളിലെ 3-4 ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്, 13 ഐറ്റവും ഉണ്ട്. അത് മാത്രമല്ല, റേഷൻ കടകളിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ സബ്സിഡി ഐറ്റം ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് സമൃദ്ധമായ ഓണം. അതെ, പറഞ്ഞാലും തീരില്ല എന്ന് ഞാൻ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകേണ്ടതുകൊണ്ട് എൻ ശ്രീകുമാറിന്റെ മനസ്സാണ് ഞാൻ വായിച്ചത്. ഞാൻ താങ്കളുടെ മനസ്സ് വായിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതാ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഞാൻ അതുപോലെ മനസ്സിലാക്കി പറഞ്ഞതാണ് അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാൻ ഡോക്ടർ VPP മുസ്തഫയിലേക്കാണ് വന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ ഇന്ന് ഉത്രാട ദിനമാണ്. ഈ 100 ദിവസത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ ഏറ്റവും അധികം ചർച്ചയായതും മറ്റും ഞാൻ പരാമർശിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് തന്നെ ആദ്യം ചോദിച്ചത് എന്താണ്, വോട്ടർമാർ വലിയ വിജയം നൽകിയ ആ വലിയ വിജയത്തിൽ, വോട്ടർമാർ നൽകിയ ആ വിജയത്തിൽ അത് ഭരണത്തിൽ പ്രതിഫലിപ്പിക്കാൻ സർക്കാരിനായോ എന്ന വിലയിരുത്തലാണ്. അതിൽ ഒരു രാഷ്ട്രീയവും ഞാൻ ചോദിച്ചില്ല. പക്ഷേ യു-ടേണും നുണയും എന്ന ആക്ഷേപവും വിമർശനവും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും ഫോക്കസ് സർക്കാരിനുണ്ടോ? അപ്പോൾ ഞാനത് തന്നെയാണ് താങ്കളോട്, എൻ ശ്രീകുമാറിനോട് ചോദിച്ചത്. അപ്പോൾ ഏതായാലും താങ്കൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ ഉണ്ട്. ഞാൻ പറയാൻ വന്നത്, ശ്രീ VPP മുസ്തഫ കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ അവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ പറഞ്ഞ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ ശ്രീകുമാർ പറഞ്ഞല്ലോ, ഈ പണമെല്ലാം കൂടെ സർക്കാർ ഇങ്ങനെ കൊടുത്തപ്പോൾ ആ പണവുമായി ജനങ്ങളെല്ലാം നിരത്തിലിറങ്ങിയപ്പോൾ വലിയ ട്രാഫിക് ബ്ലോക്ക് കേരളത്തിൽ ഉണ്ടായി എന്ന തരത്തിൽ മുഖ്യമന്ത്രിയല്ല, അവിടെ നിന്നും അങ്ങനെ മുഖ്യമന്ത്രിയെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഏതായാലും ഇപ്പോൾ പണം എല്ലാവരിലേക്കും എത്തിച്ചു, അതാണല്ലോ ആദ്യം പറഞ്ഞത്, എല്ലാവരിലേക്കും എത്തിച്ചു. മുഖ്യമന്ത്രി അത് അടിവരയിട്ട് പറഞ്ഞു, നെൽകർഷകർക്കടക്കം പണം കൊടുത്തു. ഇത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. നമുക്ക് അതൊന്ന് കണ്ടുകൊണ്ട് ഞാൻ മുസ്തഫയിലേക്ക് വരാം. മുൻകൂട്ടി ഓണം വരുമെന്ന് 2 മാസം മുമ്പ് അറിയാമല്ലോ. അധികാരത്തിൽ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പാണ് ഞങ്ങൾ സിവിൽ സപ്ലൈസുമായിട്ട് യോഗം ചേർന്നത്. അപ്പോൾ അവർ ചെയ്തു, നെൽ കർഷകർക്ക് പണം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഓണത്തിന് മുമ്പ് പണം കൊടുത്തിരിക്കും. ഓണത്തിന് മുമ്പ് പണം കൊടുത്തു. പണം ഓണത്തിന് മുമ്പ് എല്ലാം കൊടുക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ആളുകൾക്ക് ഓണക്കാലത്ത് കൊടുക്കാവുന്ന പണം മാക്സിമം കൊടുത്തിരിക്കുക. വലിയ പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഓണമില്ല, ഞങ്ങൾക്ക് തിരുവോണമില്ല, ഞങ്ങൾക്ക് ഇന്ന് ഉത്രാട പാച്ചൽ നടത്താൻ, ഉത്രാടത്തിന് പായാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് തിരുവോണം നാളുണ്ടാവാൻ സാധ്യത കുറവാണ്. കൃഷിക്ക് ഈ 19,000-ഓളം കൃഷിക്കാർക്ക് ഇനിയും നെല്ലിൻ്റെ വില കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് വാഗ്ദാനം ആവശ്യമില്ല. ഇനി കടപ്പാട് മലയാള മനോരമയുടെ കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മൾ ആദ്യം കേട്ടത്. അതായത് നെൽകർഷകർക്കെല്ലാം പണം കൊടുത്തു. തൊട്ടിപ്പുറത്ത് കണ്ടത് ഇന്ന് ഈ ഉത്രാട ദിവസം, നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ ഉത്രാടപ്പാച്ചിൽ നടത്തുന്ന ഒരു മലയാളിയാണ് കണ്ടത്, നെൽകർഷകനെയാണ് കണ്ടത്. പാലക്കാട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമടക്കം 19,000-ഓളം നെൽകർഷകർക്ക് ഈ ഉത്രാട ദിവസവും പണം കിട്ടിയിട്ടില്ല, പണം എല്ലാവരിലും എത്തിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ശ്രീ മുസ്തഫയുടെ ഊഴം. UDF സർക്കാരിൻ്റെ നയങ്ങൾ മൂലം നമ്മൾ വലിയ വിഷമകരമായ പ്രതിസന്ധിയിലാണെങ്കിലും എല്ലാ മലയാളികൾക്കും, കൈരളിയുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പണ്ടേ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെച്ചതുകൊണ്ട് ഈ ഗവൺമെൻറ്, VD സതീശൻ ഗവൺമെൻറ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ കൃഷിക്കാർ തൊട്ട് കുടുംബശ്രീക്കാർ വരെ സകലരെയും ദുരിതത്തിലാക്കിയിട്ടാണ് ഉള്ളത്. പക്ഷേ മലയാളി അവൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെയും അതിജീവനത്തിനുള്ള കരുത്തിൻ്റെയും അടിസ്ഥാനത്തിൽ
ഈ വറുതിയുടെ നാളുകളിലും ഓണം ഉണ്ണാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ട് തരത്തിലാണ്. ഒന്ന്, എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിച്ച് വീട്ടിൽ നന്നായിട്ട് ഓണം ഉണ്ണണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പാച്ചിൽ, കിട്ടിയ പണം കൊണ്ട്, കിട്ടിയ പണം എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതല്ല, അവരിങ്ങനെ സംഘടിപ്പിക്കുന്നത്, അതുമായിട്ട് പിന്നെ വൈകുന്നേരം മാർക്കറ്റിലേക്ക് പോകുന്നത്, ഇതിൻ്റെ പാച്ചിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ശരത്തെ, ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അദ്ദേഹം അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. വി.ഡി. സതീശൻ ഗവൺമെൻറ് വന്നാൽ, UDF ഗവൺമെൻറ് വന്നാൽ അതിൻ്റെ ആദ്യത്തെ ഓണം ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആ സ്വപ്നം അദ്ദേഹം പങ്കുവെച്ചു. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്ക്, ക്ഷേമ പെൻഷൻ ഏറ്റവും കൂടുതൽ ആളുകളുടെ കൈകളിൽ എത്തുന്നത് ശ്രീകുമാർ ചേട്ടൻ ക്ഷേമ പെൻഷനാണ് ഗവൺമെൻറ്റിൽ നിന്ന്. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിഞ്ഞ ലാസ്റ്റ് ഓണത്തിന് 2 മാസത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് മാസത്തിൽ പെൻഷൻ കൊടുക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിലേതും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു, മുൻകൂട്ടി അഡ്വാൻസ് ചെയ്ത് കൊടുത്തു. കുടിശ്ശികയല്ല, നേരത്തെ കൊടുക്കാനുള്ള ഏതെങ്കിലും ഒരു മാസത്തെ കുടിശ്ശിക എടുത്ത് കൊടുത്തതല്ല, അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, കൃത്യമായിട്ട് അതത് മാസം ചെയ്തു പോകുന്നതാണ്. എന്നാൽ ഓണം വന്നപ്പോൾ വരാനിരിക്കുന്ന മാസത്തോടും കൂടി ചേർത്ത് അന്ന് 1600 രൂപയായിരുന്നു നിരക്ക്, 3200 രൂപയാണ് കൊടുത്തത്. നിങ്ങൾ ഇത്തവണ കൊടുത്തത് എത്രയാ? ഈ ഒരൊറ്റ മാസത്തിലാണ്. അത് തന്നെ 20-ാം തീയതിയോട് കൂടിയാണ് ആളുകളുടെ കൈകളിൽ എത്താൻ വേണ്ടി തുടങ്ങിയത്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാകും. 20-ാം തീയതിയോട് കൂടി മാത്രമാണ് ആളുകളുടെ കൈകളിൽ എത്താൻ തുടങ്ങിയത്, 2000 രൂപ വെച്ചിട്ട്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ വലിയ കുറവ് വന്നില്ലേ, നിറയെ എത്തിച്ചു ഞങ്ങൾ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നിരക്കിൽ 2 മാസത്തെ കൊടുത്തെടുത്ത് ഇവിടെ ഇത്തവണ ഒരു മാസത്തേത് തിരുവോണത്തിൻ്റെ 5-6 ദിവസം അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെയൊക്കെ 4-5 ദിവസം മുമ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ, പട്ടിക വർഗ വിഭാഗങ്ങൾ, നിങ്ങൾ ശ്രീകുമാർ ചേട്ടൻ ആരെങ്കിലും പരിചയമുള്ള പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കൂ. LDF ഗവൺമെൻറ് 10 വർഷവും 1000 രൂപ വെച്ച് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് 1000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക്, അവർ ഒരു ഓഫീസിലും പോകണ്ട, വില്ലേജ് ഓഫീസിൽ പോകണ്ട, ട്രൈബൽ ഓഫീസിൽ പോകണ്ട, എവിടെയും പോകണ്ട, 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു. 60,000-ലേറെ പേർക്കാണ് അങ്ങനെ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വർഷം നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? അത് ഇത്തവണ ഓണക്കോടിയാക്കി മാറ്റിയെന്നാണ്. 1000 രൂപ കൊടുക്കുന്നതിന് പകരം 100-150 രൂപയുടെ ഒരു മുണ്ട് വാങ്ങിച്ച് ഓണക്കോടി എടുക്കും എന്ന് പറഞ്ഞു. വലിയ പ്രതിഷേധമുയർന്നു ആ സമൂഹത്തിൽ നിന്ന്. വലിയ നിലയിൽ അത് വിമർശിക്കപ്പെട്ടു. ഒടുവിൽ നിങ്ങൾ നിലപാട് മാറ്റി. മിനിഞ്ഞാന്ന് 24-ാം തീയതി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് 1000 കൊടുക്കും. അപ്പോഴത്തേക്ക് എവിടെ സമയം? അന്ന് ലാസ്റ്റ് വർക്കിംഗ് ഡേ കഴിഞ്ഞു. ഇന്ന് ഉത്രാട അവധി, ഇനി 4-5 ദിവസം ഇല്ല. ആ 1000 രൂപ കിട്ടിയില്ല. ആ 1000 രൂപ അങ്ങനെ പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തേണ്ടത് ഇത്തവണ വന്നില്ല. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇത്തവണ നിങ്ങൾക്കറിയാലോ, ഈ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പ്രളയം, കടലിൻ്റെ വലിയ നിലയിലുള്ള പ്രശ്നങ്ങൾ, ദിവസങ്ങളോളം പോകാൻ കഴിഞ്ഞില്ല. കിട്ടിയോ? പോകട്ടെ, ഈ പ്രളയം മൂലം ദുരിതത്തിലായ മനുഷ്യർക്ക് എത്തിയോ? 10,000 രൂപ വെച്ച് പ്രളയക്കെടുതി അനുഭവിച്ചവർക്ക് LDF ഗവൺമെന്റ് അതത് സമയത്ത് എല്ലാ വർഷവും കൊടുത്തിരുന്നതാ. അപ്പം തന്നെ അധികം ദിവസമൊന്നും എടുത്തിരുന്നില്ല. വില്ലേജ് ഓഫീസർമാർ വരും, റിപ്പോർട്ട് കൊടുക്കും, പഞ്ചായത്ത് മെമ്പർമാരുടെയും മറ്റും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, 10,000 രൂപ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് കൊടുക്കും. ഇതുവരെ കൊടുത്തോ? ഏതാണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞല്ലോ ഇത്തവണത്തെ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിച്ചവർ. കൊല്ലത്തെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം പട്ടിണി കിടക്കും. ഗൗതം കൃഷ്ണ, അപ്പനും അപ്പൂപ്പനും നഷ്ടപ്പെട്ടതാ ഗൗതം കൃഷ്ണക്ക്. പട്ടിണി കിടക്കും ഓണനാളിൽ എന്ന് പറഞ്ഞു. അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായില്ല ഈ കേരളത്തിൽ ഇന്നലെ വരെയും. അവരെ ആ മേഖലയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു? നമ്മുടെ ദിവസക്കൂലിക്കാരായിട്ടുള്ള ജീവനക്കാർ എത്ര പേർ? NHM, നാഷണൽ ഹെൽത്ത് മിഷൻ, നമ്മുടെ ആരോഗ്യ മേഖല ഇത്രയേറെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിൽ ആരോഗ്യ മേഖലയിലെ സ്ഥിരം ജീവനക്കാർക്കൊപ്പം വലിയ പങ്കാളിത്തം വഹിക്കുന്നതാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി NHMന്റെ ഭാഗമായിട്ടുള്ള ജീവനക്കാർ. അവര് UDF കാലത്ത് നിയോഗിച്ചവർ തൊട്ടുണ്ട്, LDF കാലത്ത് പിരിച്ചുവിട്ടിരുന്നില്ല. അങ്ങനെയുള്ള 17,000 പേരെയാണ് 31-ാം തീയതി പിരിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 31-ാം തീയതി അവർക്ക് ഇത്തവണ ഓണമില്ല. 17,000 കുടുംബങ്ങളുടെ ഓണം മുടക്കി NHM ജീവനക്കാരായിരുന്നവർ. കുടുംബശ്രീയിൽ നിന്ന് 2,600 ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്.
UDF ഗവൺമെന്റിന്റെ ആദ്യകാലത്ത് 2011 നിയമിച്ചവരുണ്ട്. അതിൽ ശ്രീകുമാർ ചേട്ട ഈ 2600ഓളം പേര്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കി പിരിച്ചുവിടാൻ നിന്നില്ല. കാരണം അവർ പലരൊക്കെ ഈ താൽക്കാലിക ജോലി കിട്ടി വിവാഹം കഴിച്ചവർ, കുടുംബ ബന്ധത്തിലേക്ക് വന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരാ. അവർക്ക് ഇത്തവണ ഓണമില്ല. കഴിഞ്ഞ 31-ാം തീയതി അവരെ ടെർമിനേറ്റ് ചെയ്തു. ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ നിൽക്കുന്നു. വിലക്കയറ്റം ഇവിടെ ശരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇപ്പൊ സപ്ലൈകോ വിൽപ്പന കൂടി എന്ന് കാണിക്കാൻ ഒരു കണക്ക് ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ആ വർധനവ് വന്നതെന്നറിയോ? കഴിഞ്ഞ തവണ 40 രൂപയ്ക്ക് വിറ്റിരുന്ന പഞ്ചസാര 70 രൂപക്കാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ തവണ 80 രൂപയ്ക്ക് കിട്ടിയിരുന്ന പിന്നെ ഈ പായസത്തിനുള്ള പായസ പരിപ്പ് 130 രൂപക്കാണ് വയ്ക്കുന്നത്. അങ്ങനെ ഇവരുടെ വില കൂട്ടിയിട്ടാണ്, അല്ലാതെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടല്ല. നേരത്തെ ശിവകുമാർ ചേട്ടൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ LDF ഗവൺമെന്റിന്റെ കണക്ക് പറഞ്ഞു, ഏതാണ്ട് 380 കോടിയോളം രൂപ. സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. അത്രേ ആകെ 3-4 സാധനം വിറ്റിട്ട് 380 കോടി രൂപയിൽ എത്തണമെങ്കിൽ എത്ര ലക്ഷം മനുഷ്യർ ആ സപ്ലൈകോ ഔട്ട്ലെറ്റുകളെ ആശ്രയിച്ചിരിക്കണം. അത്രയും പേർ കഴിഞ്ഞ ഓണക്കാലത്ത് പുറത്തിറങ്ങിയെന്നല്ല ഇതിന്റെ അർത്ഥം. ഇത്തവണ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വലിയ വിലക്കയറ്റമല്ലേ ഉണ്ടായിരിക്കുന്നത്. സകല സാധനത്തിനും വിലക്കയറ്റമല്ലേ. ഇത്തവണത്തെ ഓണത്തിന്റെ പായസം കഴിക്കുകയല്ലേ ചെയ്യുക, അതിന്റെ മധുരമല്ലല്ലോ ഉണ്ടാവുന്നത്. ശർക്കരക്ക് 110 രൂപ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പായസ പരിപ്പിന് 130 രൂപ, പഞ്ചസാരയുടെ വില 70 മുതൽ 80 രൂപ വരെ. എന്നിട്ട് എവിടെയാണ് നിങ്ങൾ ഈ ഓണം മധുരമുള്ളതാക്കി മാറ്റിയിട്ടുള്ളത്? അങ്ങേയറ്റം ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്രയേറെ ദുരിതം നിറഞ്ഞ സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്. അതെ, ഇപ്പോ നേരത്തെ ശ്രീകുമാറിനോട് പറഞ്ഞ പോലെ പണം എത്താത്തതിന്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ് ഡോക്ടർ VPP മുസ്തഫയും ഇവിടെ നിരത്തി വെച്ചത്. ഞാൻ ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ M ജയചന്ദ്രൻ, ഈ 100 ദിവസം വേറൊരു ആംഗിളിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ താങ്കളൊരു നെൽകർഷകനാണ്, കുട്ടനാടൻ നെൽകർഷകനാണ്. മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് മുമ്പ്, നേരത്തെ ശ്രീ മുസ്തഫയെ നേരിട്ടതിലേക്ക് വന്നില്ല, മുഖ്യമന്ത്രി വളരെ ആധികാരികമായി പറഞ്ഞു വെക്കുകയാണ്, നെൽകർഷകർക്ക് മുഴുവൻ പണം കൊടുത്തു. ഇത് 2 ദിവസം മുമ്പായിരുന്നുവെങ്കിൽ ഇന്ന് പകല് ഈ ഉത്രാട ദിനത്തിൽ പാലക്കാട്ടെ നെൽകർഷകരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല, നെല്ലെടുത്തുകൊണ്ട് പോയതിൻ്റെ പണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇത് മുഖ്യമന്ത്രിയുടെ ഈ ഓണക്കാലം സമ്പന്നമാണ്, സമൃദ്ധമാണ് എന്ന വാദഗതിയെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? അവിടെയും നുണയായി മാറുകയാണോ? ഒരു പ്രശ്നം. രണ്ടാമത്തത്, ഈ 100 ദിവസം ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് വിവാദങ്ങളിൽ മുഖ്യമന്ത്രി എത്തപ്പെട്ടു. അതുപോലെ തന്നെ KM ഷാജി, അതുപോലെ തന്നെ ഷംസുദ്ദീൻ, ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം. അതുപോലെ K മുരളീധരൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം മുമ്പ് പറഞ്ഞത് വലിയ തോതിൽ ആളുകളുടെ ഇടയിലേക്ക് വീണു. എരണം കെട്ടവൻ എന്ന പഴയ പ്രയോഗം അന്വർത്ഥമാകുന്നു എന്ന് പറയുന്ന നിലയിൽ ചർച്ചകൾ വന്നു. അതുപോലെ മറ്റൊരാൾ നമ്മുടെ വനം മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ, ആനയും പുലിയും ഒന്നും ഭരണം മാറിയത് അറിഞ്ഞില്ല എന്ന് തമാശ രൂപേണ നമ്മുടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവും വളരെ രൂക്ഷമായ ഒരു സമയത്ത് വളരെ ഉത്തരവാദിത്തരഹിതമായി പറയുന്നതും വലിയ തരത്തിൽ വിമർശിക്കപ്പെട്ടു. UDF വാഗ്ദാനം ചെയ്ത ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായധനത്തിൽ ആ വാഗ്ദാനം ചെയ്തത് നാളിതുവരെ കൊടുത്തിട്ടില്ല എന്നതുകൂടി അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളും ഈ സർക്കാരിൻ്റെ കൂട്ടുത്തരവാദിത്വവും മന്ത്രിമാരുടെ പെർഫോമൻസും ഒക്കെ ചേരുന്ന ഒരു 100 ദിനം താങ്കൾ ആമുഖമായി എങ്ങനെയാണ് പറയുക? നേരത്തെ ഞാൻ ഇപ്പോ ശ്രീകുമാറും BPPയും രാഷ്ട്രീയമായ ചില ക്ഷേമ നടപടികളും വിലക്കയറ്റുന്ന പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. ഞാൻ ആ ഭാഗം അങ്ങോട്ട് വരുന്നില്ല. താങ്കളുടെ ചോദ്യത്തിൽ വന്ന പ്രധാനപ്പെട്ട സംഗതി കാർഷിക മേഖലയാണല്ലോ. ഇന്ന് രാവിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനല് പാലക്കാടൻ കർഷകരുടെ ദൈന്യതയാണ് ആദ്യം പുറത്തുവിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയം മനോരമ ഗ്രൂപ്പിന്റെ ചാനലും അത്തരം വാർത്തകൾ താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ. ഈ കുട്ടനാട്ടിലിപ്പോ നടക്കുന്നത് 2ാം കൃഷിയാണ്. 2ാം കൃഷിയുടെ വിളവെടുപ്പ് ഈ മാസം ഒടുവിലും അടുത്ത മാസം ഒക്കെ ആയിട്ട് നടക്കേണ്ടതാണ്. അപ്പോഴാണ് ഓഗസ്റ്റ് 2-ാം തീയതി ഉണ്ടായ വെള്ളപ്പൊക്കത്തില് 50,000 ഏക്കറിലെ കൃഷിയാണ് മടവീണ നശിച്ചു പോകുന്നത്. അത് സംബന്ധിച്ച് എന്ത് ആശ്വാസ നടപടിയാണ്
ഈ സർക്കാർ സ്വീകരിച്ചത്? കൃഷിമന്ത്രി ഈ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? റവന്യൂ മന്ത്രി വന്നോ? മുഖ്യമന്ത്രി ക്യാബിനറ്റ് കഴിയുമ്പോൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും ആശ്വാസ നടപടി പ്രഖ്യാപിച്ചോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് അന്വേഷിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലും ഒന്നും സംഭവിച്ചിട്ടില്ല. കർഷകർ അനുഭവിക്കേണ്ടത് വെള്ളപ്പൊക്കം പ്രകൃതിക്ഷോഭമാണല്ലോ, അനുഭവിച്ചോളൂ എന്നുള്ള നിലപാടാണ്. അത് കൃഷിമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒരു നിലപാടാകുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യം പറയേണ്ടതേയില്ല. അത് സംബന്ധിച്ച് അങ്ങനെയാണ് അനുഭവത്തിൽ നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്നു വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി രാത്രിയാണ് വെള്ളം വരച്ചു വരുന്നത് കുട്ടനാട്ടിലേക്ക്. മൂവാറ്റുപുഴ, മീനച്ചിൽ, പമ്പ, അച്ചൻകോവിൽ, മണിമല, ഇങ്ങനെ 5 നദികളുടെ പതനപ്രദേശമാണ് കുട്ടനാടെന്ന് പറയുന്നത്. ഇവിടേക്ക് വന്ന മഴയും വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയുമാണ് ഞാൻ ചുരുക്കത്തിൽ വിവരിച്ചത്. അതിന് വി ഡി സതീശൻ നയിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കുട്ടനാട്ടിൽ വെള്ളം തങ്ങി നിൽക്കാൻ കാരണമായ മുഖ്യ പ്രശ്നമായി വന്ന തോട്ടപ്പള്ളിലെ പൊഴിമുറിക്കൽ എന്ന പ്രക്രിയ എത്രത്തോളം സങ്കീർണമാക്കി കഴിഞ്ഞു താങ്കൾക്ക് നേരിട്ടറിയാവുന്നതാണല്ലോ. 300 മീറ്റർ പൊഴി മുറിക്കേണ്ടതിന് പകരം കേവലം 70 മീറ്റർ പൊഴി മാത്രം മുറിച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ അനുവദിച്ച ഒരു രീതിയായിപ്പോയി. അവസാനം വലിയ പ്രശ്നങ്ങൾ, കുട്ടനാട് MLA ക്ക് പോലും ഇരിക്കപ്പുറതിയില്ലാവുന്നു, ജനങ്ങൾ അത്ര ഇളകി. ആ ഘട്ടത്തിലാണ് അവസാനം ഒരു 200 മീറ്ററെങ്കിലും പൊഴി മുറിച്ച് വെള്ളം സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചതും വെള്ളപ്പൊക്കത്തിന്റെ കെടുതി ഒന്ന് ശമിക്കുന്നതും. പക്ഷെ അതിന്റെ കെടുതി ശമിച്ചെങ്കിലും അതിന്റെ ആ നഷ്ടത്തിന്റെ ഒരു എന്തെങ്കിലും ആശ്വാസം അത് ഭരിക്കുന്ന ഗവൺമെന്റിനാണല്ലോ ഉണ്ടാവേണ്ടത്. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ 100 ദിവസം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന് ടേക്ക് ഓഫിന്റെ സമയം കഴിഞ്ഞു ശരത്തെ. പക്ഷേ തുടക്കം മുതൽ നമ്മുടെ ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ പ്രധാനമായും രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹികം, സാംസ്കാരികം ഈ 4 മേഖലകളാണ് എടുക്കുന്നത്. അതാണല്ലോ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഞാൻ മുമ്പോട്ട് വെക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ജൂൺ 19-ന് ആണല്ലോ സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞ 4 മെഗാ പ്രോജക്റ്റുകൾ. ഒന്ന് ബ്ലൂ എക്കോണമി, മറ്റൊന്ന് മിഷൻ സമുദ്ര, മറ്റൊന്ന് റയർ എർത്ത് മിനറൽ കോറിഡോർ, 4-മത്തേത് കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക. അപ്പൊ ഇതിന്റെ ആ പദ്ധതി അത് പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ആഴ്ചകളോളം മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ജൂലൈ 15-ന് ബ്ലൂംബർഗ് എന്ന അന്താരാഷ്ട്ര ഒരു ന്യൂസ് പോർട്ടലാണല്ലോ അത്, അതില് ജൂലൈ 15 ഒരു ഇന്റർവ്യൂ വരികയാണ്. ഇതേ പിടിച്ചിട്ടാണ് തുടങ്ങുന്നത് മിഷൻ സമുദ്ര. അതിന്റെ ഭാഗമായിട്ട് ടാറ്റാസിന്റെ 10,000 കോടി രൂപ കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായിട്ട് വരുന്നു എന്നുള്ളതാണ് ബ്ലൂംബർഗിന് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ കേരള മുഖ്യമന്ത്രി ആധികാരികമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യം അദ്ദേഹം ജൂലൈ 15-നായി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 1 മാസത്തിനകം ഇതിന്റെ പ്രാഥമിക കരാറുകളിലേക്ക് കടക്കും ഗവൺമെന്റും ടാറ്റാസും എന്ന് പറയുന്നു. നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്? ടാറ്റാസ് പറയുന്നു ഞങ്ങൾ അങ്ങനെ പരിപാടിയായിട്ട് ചെന്നിട്ടേ ഇല്ല, കേരള ഗവൺമെന്റിന്റെ അടുത്ത് ഞങ്ങൾ അങ്ങനെ പരിപാടിയായിട്ട് ചെന്നിട്ടേ ഇല്ല സർ. അത് പിന്നെ എങ്ങനെയാണ് ഇത് വന്നാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഉരുണ്ടുകളിയായി. ഉരുണ്ടുകളിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഇത് മൊത്തത്തിൽ മിഷൻ സമുദ്രയിൽ മൊത്തത്തിൽ മുടക്കാൻ പോകുന്ന പണമാണ് 10,000 കോടി. അതവിടെ കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ എൻ്റെ ഒരു ചോദ്യം, അതായത് മുഖ്യമന്ത്രി ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ഇത്തരത്തിലേക്കൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, വസ്തുതകളിൽ നിന്ന് ഏറെ അകലമുള്ള, അദ്ദേഹം തുടർച്ചയായി നുണ പറയുന്നു എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയാണോ അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത്? ഭരണപരമായ മികച്ച തുടക്കം എന്നതിനപ്പുറം ഒന്ന്. അങ്ങനെ വരുമ്പോൾ മറ്റു മന്ത്രിമാരുടെ പെർഫോമൻസും ഈ 100 ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഒന്ന് പൊതുവിൽ ജനറലായി താങ്കൾ എങ്ങനെ അസസ് ചെയ്യും? അതിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു പേര് കൂടി പ്രത്യേകം സ്മരിക്കേണ്ടതാണ്, ഫിഷറീസ് മന്ത്രി ഗഫൂറിൻ്റെ കാര്യം. മന്ത്രി ആരാണ് എന്ന് തീരവാസികൾ ചോദിക്കുന്ന നിലയെത്തി. തീരമേഖലയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ആഭ്യന്തരമന്ത്രിയുടെ തണല് പിടിച്ച് നിഴല് പിടിച്ച് ആ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വീടുകളിൽ 2-ാം ആഴ്ചയിലോ മറ്റോ ആണ് ചെന്ന് കയറിയത് ഫിഷറീസ് മന്ത്രി എന്നതുമൊക്കെ ഞാൻ ഇപ്പോൾ ഓർത്തു പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് അതേക്കുറിച്ച് ആ താരതമ്യത്തിലേക്ക് മന്ത്രിമാരുടെ പ്രകടനം. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബന്ധപ്പെടുന്ന സർക്കാർ വകുപ്പ് എന്ന് പറയുന്നത് PWD, കൃഷി, ഫിഷറീസ്,
തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിത്യബന്ധം ഉണ്ടാകുന്ന വകുപ്പുകൾ. ഇവിടെയൊക്കെ എന്ത് പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്? പെർഫോമൻസ് പോയിട്ട് ഒരു പ്രാഥമികമായ ഒരു അനാലിസിസ് പോലും സ്വന്തം വകുപ്പുകളെ കുറിച്ച് മന്ത്രിമാർ നടത്തിയിട്ടുണ്ടെന്ന് അവർ ഇന്നൊരു അവകാശപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഈ വകുപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് PK ബഷീർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കിതിനെപ്പറ്റി അറിയാം എന്ന് ഫിഷറീസ് മന്ത്രി പറഞ്ഞതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കൃഷിമന്ത്രി കേരളത്തിലെ കാർഷിക മേഖലയെ കുറിച്ച് ഞാൻ ഇതിനകം തന്നെ എന്നെ കൊണ്ട് കഴിയാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു വാക്ക് സിദ്ദിഖ് പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിർണായകമായ ജനജീവിതവുമായി നിത്യ ബന്ധമുള്ള വകുപ്പുകളുടെ മന്ത്രിമാർ പോലും സ്വന്തം വകുപ്പുകളിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് മാധ്യമങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അന്വേഷിച്ച് തുടങ്ങുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവര് 3 പേരല്ല, നിശ്ചയമായും ആരോഗ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു നടപടിയെ ഇല്ലാത്ത മന്ത്രിസഭയായി ഈ 100 ദിവസം കൊണ്ട് ഇതിനെ മാറ്റിയത് നമ്മളാരുമല്ല. ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ പ്രത്യക്ഷപ്പെടുന്നത് തങ്ങൾക്ക് കൂട്ടുത്തരവാദിത്വം ഇല്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ വകുപ്പുകളിൽ നിന്ന് നടക്കുന്നു എന്നുപോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ എന്നിവർ സ്വയം ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് ആരെയാണ് കുറ്റം പറയുക? പ്രതിപക്ഷത്തിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പ്രിയപ്പെട്ട N. ശ്രീകുമാർ, ഒരു കാര്യമില്ലല്ലോ. നമ്മളിത് അറിയുന്നതാണ്, താങ്കളും അറിയുന്ന ആൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത് ഏകോപനം നടത്തുന്നതിന് പകരം ചോദിക്കുമ്പോഴൊക്കെ മന്ത്രിമാർ നേരിട്ട് പരസ്യമായി പറഞ്ഞില്ലെങ്കിലും അവർ ഇൻ പേഴ്സൺ നമ്മൾ ചോദിച്ചാൽ പറയുന്നത് എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ ഇടപെടലല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങയുടെയിലാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇരിക്കുന്നത്. അപ്പൊ ഏതായി പ്രധാനപ്പെട്ട വകുപ്പ്? മറ്റൊന്നുമല്ല, ധനകാര്യ വകുപ്പിന്റെ അനുമതി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി ഓരോ വകുപ്പിലും എന്ത് ആഗ്രഹിക്കുന്നോ അത് ഇടപെടാനുള്ള എല്ലാ സോഴ്സും അദ്ദേഹം ധനകാര്യ വകുപ്പിലൂടെയാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഓരോ വകുപ്പിലും. അതാണ് അതിന്റെ കാര്യം. അങ്ങനെ ഇൻഫിൽട്രേഷൻ നടക്കുന്ന ഭരണം എന്ന് പറയുമ്പോൾ ആ ഭരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ആരാണ്? KPCC ആണ്. ഈ രാഷ്ട്രീയ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയായ കോൺഗ്രസിന്റെ KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് പോലും അറിഞ്ഞൂടാ. അദ്ദേഹം തന്നെ പറയുന്നത് എനിക്ക് ഭയങ്കര ജോലി തിരക്കാണ്. ബഹുമാനപ്പെട്ട AICC നിങ്ങളുടെ KPCC പ്രസിഡന്റിനെ ഇവിടെ ഒന്ന് സ്ഥാപിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് അനക്കമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇങ്ങനെ ഇനി DCCകൾ നോക്കൂ, അത് വേറൊരു ചരിത്രമാണ്, തീർച്ചയായും നമുക്ക് അത്ര ദീർഘമായി പോകാൻ തന്നെ. പക്ഷേ ശ്രീ ജയചന്ദ്രൻ, ഒരു വ്യക്തികൾക്കെതിരെയാണ് ഈ 100 ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഈ ചർച്ചയിലേക്ക് ശ്രീ ജയചന്ദ്രൻ കൂടി സംസാരിച്ചതോടുകൂടി രാഷ്ട്രീയമായ ഒരു ഗൗരവപ്പെട്ട വിഷയം വന്നു. 100 ദിവസമായിട്ടും ഈ ഭരണത്തെ പൊളിറ്റിക്കലായി നയിക്കാൻ, ആ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന് KPCC പ്രസിഡന്റിനെ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. DCC പുനഃസംഘടനകൾ മറ്റൊരു തരത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിമാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് ഒക്കെ പരാമർശിക്കപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിനിടയിൽ നേരത്തെ നെൽകർഷകർക്ക് പണം കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറയുന്നു, പണം കിട്ടിയിട്ടില്ല എന്ന് കർഷകർ പറയുന്നതും ഈ ഉത്രാട നാളിൽ നമ്മൾ കണ്ടു. ആ വീഡിയോ കണ്ടല്ലോ. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ N. ശ്രീകുമാർ, ഈ പറയുന്ന യൂട്ടേണും നുണയും എന്നുള്ളത് എത്രയൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചാലും UDFനെ സംബന്ധിച്ച് ഒഴിവാക്കാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ട വിമർശനത്തിൻ്റെ ഒരു തലമാണത്. യൂട്ടേണും അതുപോലെ നുണയും. അത് ഏറ്റവും അധികം കേട്ടത് മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ആ വിമർശനം കേട്ടത്. മറ്റു മന്ത്രിമാർ അവരുടേതായ ചില സംഭാവനകളൊക്കെ വരുത്തിയിട്ടുണ്ട്. KM ഷാജിയാണ് അതിലൊരാൾ, പിന്നെ ഷംസുദ്ദീനുമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ചിത്രത്തിൽ പോലും ഇല്ലാത്ത വിധം അവരുടെ ഒരു സ്റ്റാർട്ട് പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞല്ലോ. ഞാനതുകൊണ്ട് ഈ നേരും നുണയും അതുപോലെ തന്നെ യൂട്ടേണുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുന്നില്ല. മുമ്പ് കണ്ടതടക്കം 2 ചെറിയ വീഡിയോ കൂടി കാണാം. ഭരണപരമായും അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന 2 വിഷയങ്ങളിലെ ചെറു വീഡിയോ. ഇപ്പോഴും നമ്മൾ സിംഗിൾ വിൻഡോ എന്ന് വെറുതെ പറയുക, ഒരു സിംഗിൾ വിൻഡോയും ഇല്ല. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ 22 അപ്രൂവൽ വേണം. എവിടെ സിംഗിൾ വിൻഡോ? പക്ഷേ ഇനി ഉണ്ടാവും. ഞങ്ങളെല്ലാ 22 നിയമങ്ങൾ അമെൻഡ് ചെയ്ത് ഒരു സിംഗിൾ ലെജിസ്ലേഷൻ വരികയാണ് കേരളത്തിൽ. 1 അപ്രൂവൽ ഉണ്ടാവും. I still remember the government of Kerala introduced K-SIFT, Kerala Single Window Clearance System. So we were one of the initial users of that system. I still remember that day, we were applying for a breakfast food processing facility. Just came back and they told, sir, we got the deemed license. I couldn't believe. Immediately I called CII. Can you check, is it the original license or not? ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത്
അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ, രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു നിക്ഷേപകരെ കാണാൻ, വലിയ നിക്ഷേപകരാണ്, ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നു. അത് രഹസ്യ യാത്രയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിക്ഷേപകർക്ക് മുഖ്യമന്ത്രി ഉള്ളിടത്തുനിന്ന് കാണാൻ? അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ദിവസം. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. എൻ ശ്രീകുമാർ, ഞാനേതായാലും ഈ ഹെലികോപ്റ്ററിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം അത്രയ്ക്ക് ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണത്. എന്നാൽ ഈ ഏകജാലക സംവിധാനത്തെക്കുറിച്ച് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ അമ്പരന്ന് പോയി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ ചർച്ചകളിൽ ഒരുപാട് വരികയും ഈ വിപ്രോയുടെ MD പറയുന്നതൊക്കെ ആ കാലത്ത് ആ വർഷങ്ങളിലൊക്കെ വലിയ ചർച്ചയായതും സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായതും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ടോപ്പ് അച്ചീവറായി തുടർച്ചയായ വർഷങ്ങളിൽ കേരളം വന്നതുമൊക്കെ ഈ പറയുന്നത് പോലെ ഈ അദ്ദേഹം തന്നെ പറഞ്ഞ 22 നിയമങ്ങളിൽ വരുത്തിയിട്ടുള്ള നിയമ ഭേദഗതിയെ തുടർന്നും ഏകജാലകത്തെ ഇതൊന്നും ഇവിടെ ഇല്ല, ഇനി ഇതൊക്കെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ യാതൊരു സംശയമില്ലാതെ ഞാനത് തുറന്നു പറയുകയാണ്. അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പറയാൻ കൊള്ളാമോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായെന്നുണ്ട്, അദ്ദേഹം നിയമസഭയിലുണ്ട്, കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ്, ഇത് നന്നായി അറിയാം. അദ്ദേഹത്തെ പോലെ തന്നെ അറിയാം നാട്ടിൽ കുറേ ആളുകൾക്ക് എന്നിരിക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ നിർലജ്ജം നുണ പറയുന്നത്, കളവ് പറയുന്നത്, തെറ്റു പറയുന്നത്, വാസ്തവവിരുദ്ധമായി സംസാരിക്കുന്നത് എന്ന പ്രശ്നമല്ലേ ശ്രീകുമാർ? നോക്കൂ ശ്രീ ശരത്തെ, എന്തായാലും ഈ ചർച്ച എനിക്ക് വളരെ പ്രയോജനപ്രദമാണ്. കാരണം എനിക്ക് പറയുകയേ വേണ്ടു, വെറുതെ ഒന്നും ഉണ്ടാക്കിയിട്ടോ ആലോചിച്ചിട്ടോ വളച്ചു തിരിച്ചോ ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് നേരിട്ട് പറയാം. ഇപ്പൊ 2-3 കാര്യങ്ങൾ ഇവിടെ ശ്രീ മുസ്തഫയും ശ്രീ ജയനും ഒക്കെ പറഞ്ഞല്ലോ. അതില് ഈ UDF-ലെ ഒരു ഏകോപനം ഉണ്ടോ? ശ്രീ ജയേന്ദ്ര, 100 ദിവസമായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്, 100 ദിവസമായി പ്രതിപക്ഷവും. ഇതുവരെ നിയമസഭ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പറ്റിയിട്ടില്ല LDF-ന്. ഇന്ന് CPM മുഖപത്രമായ ജനയുഗത്തിന്റെ മുഖപ്രസംഗമുണ്ട് CPM-നെതിരെ. അറിയാമല്ലോ, ഒരു ഉപനേതാവിന്റെ കാര്യമാണ് വിഷയം. അപ്പൊ LDF എന്ന സംവിധാനം ഇല്ലാതായിട്ടൊന്ന് 100 ദിവസം കൂടെ ആയി. അത് ഞാൻ ജയന്തന്റെ ഓർമ്മയ്ക്ക് പറയാണ്. പിന്നെ നുണ, വാസ്തവവിരുദ്ധം, യു-ടേൺ, നുണ നുണ നുണ, ഇത് LDF CPM-ന്റെ ഒരു മുദ്രാവാക്യമാണ്. CPM മാത്രമേ ആ മുദ്രാവാക്യം ഉയർത്തുന്നുള്ളൂ, വേറെ ആരും LDF ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. CPM-ന്റെ ഒരു മുദ്രാവാക്യം നുണ, നുണേശൻ, നുണ, എത്ര വേണേ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇപ്പം മണി 8 കഴിഞ്ഞ് 8:30 ആയില്ലേ, എല്ലാവരും കൈ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പ്രിയദർശിനി ബസ്സില് കാശ് കൊടുക്കാതെ വീട്ടമ്മമാര് വീട്ടിലെത്തിക്കഴിഞ്ഞ് ഈ ചർച്ച കണ്ട് ചിരിക്കുകയാണ്. കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ഒരു സമരമില്ല ഈ ഓണക്കാലത്ത്, എല്ലാവർക്കും തൃപ്തി, അതാണ് ഇന്നത്തെ വിഷയം. പിന്നെ നമുക്ക് രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. കാരണം യു-ടേൺ ഉണ്ടോ, അല്ലെങ്കിൽ സതീശൻ നുണ പറയുന്നോ, ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഒറ്റ വിഷയമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് മതി. ഇവിടെ ശ്രീ മുസ്തഫ പറഞ്ഞല്ലോ മറ്റേ പെൻഷന്റെ കാര്യം, എല്ലാവർക്കും പെൻഷൻ കിട്ടി. പിന്നെ നെല്ലിന്റെ കാര്യം നമ്മുടെ ശരത്ത് പറഞ്ഞോ, ചില ഭാഗങ്ങളിലുള്ള നെൽകർഷകര് അവർക്ക് പരാതി ഉണ്ടാകും, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി രാഷ്ട്രീയ താല്പര്യമുള്ള നെൽകർഷകരും ഉണ്ടാവും, എല്ലാവരും കോൺഗ്രസ്സുകാരും UDF-കാരും അല്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതയല്ലാന്ന് താങ്കൾ സമ്മതിച്ചല്ലോ, പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒരേപോലെ തൃപ്തി ഉണ്ടാവുമോ? 19,000 നമ്പർ, 1-2 അല്ല. പാലക്കാട്ടെ 19,000, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, 19,000 നെൽകർഷകർക്ക് പണം കൊടുക്കാതിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വന്ന് പറയുകയാണ് ആധികാരികമായി എല്ലാ നെൽകർഷകർക്കും പണം കൊടുത്തു. എങ്ങനെ പറയാൻ പറ്റുന്നു ഇങ്ങനെയൊക്കെ? നോക്കൂ ശരത്തെ, ഈ പണം കയ്യിൽ കിട്ടിയവരിതല്ലാതെ കാണുന്നുണ്ട്. നമ്മൾ ഈ ചർച്ച കൊണ്ട് എന്തായാലും മനസ്സ് മാറ്റാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞു നിൽക്കൂ, ചർച്ച കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല. എന്താ അറിയാവോ, എല്ലാവരുടെയും പണം എത്തി. ഏത് വിഭാഗമായി ഇല്ലാത്തത്, ഏത് വിഭാഗത്തിലാണ്? ഞാനത് മുസ്തഫ ഒരു ലിസ്റ്റ് വെച്ചു മുമ്പേ. അല്ലല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ മുസ്തഫ പട്ടികജാതിക്കാരുടെ അടക്കം പറഞ്ഞല്ലോ, 53,000 പേർക്ക് ഓണക്കോടിക്ക് 5.28 കോടി രൂപയുടെ ഓണക്കോടിയും കൊടുത്തിട്ടുണ്ട് ശ്രീ മുസ്തഫ. അത് മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി, സപ്ലൈ, നമ്മുടെ അയ്യങ്കാളി നഗരസഭ പദ്ധതി, പാചക തൊഴിലാളി, ലോട്ടറി ക്ഷേമത്തിന്, എൻഡോസൾഫാൻ, അതുപോലെ തോട്ടം തൊഴിലാളികളെ, പ്രവാസി ക്ഷേമത്തിന്റെ പെൻഷൻ മുടങ്ങിക്കിടന്നത് VD സതീശൻ കൊടുത്തു. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള കുടിശ്ശികയാണ് 3 മാസത്തത്. അതവസാനം തിരുവോണ നാളിൽ അവിടെ പോയി സമരം ചെയ്യുന്നു പറഞ്ഞപ്പോൾ പൈസ കൊടുത്തു എന്ന വാർത്ത കണ്ടു. എപ്പോഴാ? ഇന്നലെ. ഇതിനി ഇവരുടെ കയ്യിൽ ഏത് കാലത്ത് കിട്ടാനാ എൻ്റെ സാർ? ഓണം കഴിയാതെ കിട്ടുമോ? വാർത്താക്കുറിപ്പ് കാശല്ല, തുട്ടല്ല.
ധീവരസഭ ശരത്തെ, നാളെ സമരം ചെയ്യുമെന്ന് പറഞ്ഞു. അത് വന്നപ്പോൾ ആ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ കാണാതായവരുടെ വീടുകളിൽ കൊണ്ട് പണം കൊടുക്കുന്ന സർക്കാരിനെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ധീവരസഭ, UDF പിന്തുണയ്ക്കുന്ന ധീവരസഭ ഉണ്ണാവൃതം ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് സർ ശരത്തെ, നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇത് രാഷ്ട്രീയമല്ല ഞാൻ ഈ പറഞ്ഞത്. പറയുന്നത് പ്ലീസ്. അല്ല, ഞാൻ പറയുന്ന സർക്കാർ ജീവനക്കാർ NGO യൂണിയൻ സമരം ചെയ്തു. സർക്കാർ ജീവനക്കാർ ചിരിച്ചിരിച്ച് വയ്യാണ്ടായി. ഓണക്കാലത്തെ ഏറ്റവും വലിയ തമാശ NGO യൂണിയൻകാരുടെ. കാരണം 4500 രൂപ ബോണസ്, ഞാൻ പറഞ്ഞതിനെ 20,000 രൂപ കുറിച്ച് താങ്കൾക്ക് അഡ്വാൻസ്. വിരുദ്ധാഭിപ്രായം ഇല്ലല്ലോ? സന്തോഷം. അല്ല, ഞാൻ ശരത്ത് പറയുന്നതൊക്കെ കേട്ടോ, ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല, ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാനൊരു ഉത്തരം പറഞ്ഞ ശരത്ത് പറഞ്ഞാൽ ആ ഞാൻ ഉത്തരവാദിത്വം മറികടന്ന, എനിക്കുണ്ട്. അതാണ് പ്രശ്നം. നേരെ മറിച്ച് ശരത്ത് പറയുന്ന അതേപോലെ ജനങ്ങൾ കേൾക്കണം എന്ന് എന്റെ ആഗ്രഹം. അങ്ങനെയല്ല, കാരണം പ്രവാസി ജനങ്ങൾക്ക് കേൾക്കണം. പെൻഷനെ കുറിച്ച് പറഞ്ഞു, ഞാനത് കൗണ്ടർ ചെയ്തു. ധീവരസഭ സമരം ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് പൈസ കൊടുക്കുന്ന ഒരവസ്ഥ വലിയ പ്രതിഷേധത്തിന് ശേഷമാണെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ അത് ശരിയല്ലെന്ന് പറഞ്ഞില്ല. ആ മൗനം അഡ്മിഷനാണ്, അങ്ങനെ സംഭവിച്ചു എന്ന് താങ്കൾ തന്നെ വിചാരിക്കുന്നു, കരുതുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, പ്രതിഷേധം ഉണ്ടാവുന്നേ. കാരണം സമരം ചെയ്ത നമ്മുടെ സഹോദരിമാർ എത്ര വർഷം കഴിഞ്ഞിട്ട്, എത്ര മാസം കഴിഞ്ഞു, ഒന്നും നോക്കിയില്ലല്ലോ. PSC-ക്കാർ മുട്ടുകുത്തിയതിലൊന്നും നോക്കിയില്ല. PSC-ക്ക് നിയമനം അവരുടെ ഈ സമരത്തെ സർക്കാർ കണ്ടു. കൊടുത്തില്ലേ? PSC-യുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നില്ലേ? അതുപോലെ ഗുണ്ടാ ലിസ്റ്റിൽ പെടുത്തിയിട്ട് അതിൽ ഗവർണർ ഇടപെട്ടിട്ട് ഏത് വകുപ്പ്, ഏത് നിലയിലാണ് ഗവർണർക്ക് അതിൽ ഈ പറയുന്ന രീതിയിൽ ഇടപെടാൻ റൈറ്റ് ഉള്ളത്? അതിനെ സർക്കാർ ചോദ്യം ചെയ്തോ? സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിന് മേൽ ഗവർണർ കയറിയില്ലേ? സർക്കാർ വിമർശിച്ചോ? ഇടപെട്ടോ? ശ്രീ ശരത്തെ, ഇന്ന് BD സതീശന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് മീഡിയക്ക് ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് വന്ദേ മാതരം ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. ഇതിലൊരു സ്റ്റേറ്റ്മെന്റും വന്നില്ല. ഏറ്റുമുട്ടാൻ ബജറ്റിൽ ഏറ്റുമുട്ടില്ല. ബജറ്റ് നിങ്ങൾ എന്താണ് കേന്ദ്രമായിട്ട് ഏറ്റുമുട്ടുന്നില്ല. PM ശ്രീ നിങ്ങൾ പറയുന്ന 2-3 കാര്യങ്ങൾ ആവർത്തിക്കാം. ഒന്ന് PM ശ്രീ പദ്ധതി ഇന്ന് CPI-ക്കാർ ഒന്നാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട്. ശിവൻകുട്ടിയാണ് പ്രതികരിക്കുന്നത്, ഗോവിന്ദ മാഷ ഒന്നുമല്ല. പിന്നെ അവർക്ക്, ഞാൻ LDF-ന്റെ രാഷ്ട്രീയം പറയുന്നില്ല, കാരണം 100 ദിവസത്തെ പ്രതിപക്ഷത്തെ വിലയിരുത്തണ്ട. ദുർബലമായ പ്രതിപക്ഷം ഈ ഗവൺമെന്റിന് അനുഗ്രഹമാണ്, സംശയം വേണ്ട. കാരണം പാർലമെന്ററി പാർട്ടി യോഗം ചേരാത്തൊരു പ്രതിപക്ഷത്തെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാ ശ്രീ VPP മുസ്തഫ? ഇവിടെ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പദവി തന്നെയില്ല. അതാ CPI-ക്കാർ കൊടുത്താൽ മതി. അത് കൊടുക്കില്ലെന്ന് പിണറായി വിജയനാ പറഞ്ഞ. പാർട്ടി സെക്രട്ടറി അല്ല, LDF കൺവീനറും അല്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഉത്രാടത്തിൽ നിന്ന് ശ്രീ ശരത്തെ, ഉത്രാടത്തിൽ നിന്ന് എന്താ അറിയോ, എനിക്ക് കണ്ണടച്ച് പറയാം ഗവൺമെന്റിന്റെ പുരോഗമനപരമായ പരിപാടി. ഇവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞ അവസാനിച്ചിട്ട് ജയേന്ദ്രൻ പറഞ്ഞ വിഴിഞ്ഞം, അതാണ് ഈ വിഷൻ സമുദ്ര വിഴിഞ്ഞം പദ്ധതി. അറിയാമല്ലോ, വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ കേരളയില് വേണ്ടെന്ന് വെച്ചു കോൺഗ്രസ്, UDF ഗവൺമെന്റ് വേണ്ടെന്ന് വെച്ചു കേരളയില്. കാരണം അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മറ്റു ഒരുപാട് വിഷയങ്ങളിൽ എടുത്ത തീരുമാനങ്ങള്, അതൊക്കെ നിങ്ങൾ യു-ടേൺ ആയിട്ട് എങ്ങനെയാ പറയുക? PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ CPM തമ്മിലുള്ള തർക്കം തന്നെ ഇവിടെ നിലനിൽക്കുക. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ വയസ്സ് അവസാനിപ്പിക്കാം. പ്രതിപക്ഷം ഇല്ലിവിടെ, LDF ഇല്ലിവിടെ. യോഗം ചേരാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷം 100 ദിവസം പൂർത്തിയായിരിക്കും. അതിൽ ഒരു കാര്യം വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ അതൃപ്തി അദാനി അറിയിച്ചു എന്ന് പറഞ്ഞു. അതുപോലും പ്രതിപക്ഷ നേതാവിൻ്റെ സെബിക്കുള്ള കത്തും പോയി വിമർശനമൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. പക്ഷേ രാജ്യത്തെ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടി എന്താണെന്ന് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വിവരാവകാശ നിയമപ്രകാരം വന്ന മറുപടിയിൽ പറയുന്നത് ഒരു കത്തും കേരളത്തിൻ്റെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട അതൃപ്തി അദാനിയെ അറിയിച്ചിട്ടില്ല എന്ന് വിവരാവകാശ പ്രകാരം വന്നതുണ്ട്. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കതറിയില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടു. ഇവിടെ അങ്ങനെ ഈ ഷിഫ്റ്റിൻ്റെ, യു-ടേണിൻ്റെയും നുണയുടെയും ഒരു 100,000 എപ്പിസോഡ്സ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നു എന്ന പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ശ്രീ മുസ്തഫയിലേക്ക്, ശ്രീ VPP, അതായത് ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി എവിടം വരെയായി എന്ന് ചോദിച്ചാൽ അത് ചേർന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ KPCC പ്രസിഡന്റ് ഇല്ലാത്ത KPCC ഓഫീസിൻ്റെ പ്രശ്നം, ബോർഡ് കോർപ്പറേഷൻ വിഭജനം, എല്ലാം കീറാമുട്ടിയായി നിൽക്കുന്ന പ്രശ്നം, ഇതൊന്നും UDF-നെ സംബന്ധിച്ചില്ല. അവരുടെ ഒരു വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്ത് വലിയൊരു അനൈക്യമുണ്ട് എന്ന നിലയിൽ ഒരു ചർച്ച കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടിപ്പ് അവരുടെ കയ്യിലുണ്ട്. അത് CPI-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, അതാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തെ അനൈക്യം എന്ന നിലയിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾ ഈ സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ഈ നുണ എന്നത് നിങ്ങൾ അക്കമിട്ട് നിരത്തിയാലും UDF പറയുന്നത് നിങ്ങളുടെ വെറും മുദ്രാവാക്യം മാത്രമാണ്, രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമാണ്. VD സതീശനെ ജനങ്ങൾ അതുകൊണ്ടൊന്നും ഇപ്പോഴും അവിശ്വസിക്കുന്ന തലമെത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയിൽ ജനങ്ങൾക്ക് കൃത്യമായ വിശ്വാസം മെയ്
4-ന് എങ്ങനെ നൽകിയോ അതുപോലെ ഇപ്പോഴും ഉണ്ട്. അതാണ് എൻ ശ്രീകുമാർ പറഞ്ഞു വെച്ചത്. ശരത്തെ, ഉത്രാട ദിനത്തിൽ ജനങ്ങൾ പൂർണ്ണ തൃപ്തരാണെന്ന് കണ്ണടച്ച് തനിക്ക് പറയാൻ കഴിയും ഈ UDF ഭരണത്തെക്കുറിച്ച് എന്നാണ് ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞത്. ശ്രീകുമാർ ചേട്ടൻ കണ്ണടച്ചാൽ ശ്രീകുമാർ ചേട്ടന് മാത്രമേ ഇരുട്ടാവുള്ളൂ, നാട്ടിൽ വെളിച്ചമാണെന്നേ. ശ്രീകുമാർ ചേട്ടോ, എന്താ സ്ഥിതി? താങ്കൾ പറഞ്ഞു ജീവനക്കാർ ചിരിക്കുകയാണത്രേ. 3 സഹപ്രവർത്തകർ നഷ്ടപ്പെട്ടതിന്റെ വലിയ വേവലാതിയിലാണ് ചേട്ടാ അവര്. ട്രിബ്യൂണലിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നെല്ലാം തുരിതുരാ വിധികൾ വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം. ചട്ടം പാലിക്കാതെ, നിയമങ്ങൾ പാലിക്കാതെ, റൂൾസ് പാലിക്കാതെ, വെറും രാഷ്ട്രീയം മാത്രം നോക്കിയിട്ട്. ഇവിടെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞത് രാഷ്ട്രീയം ഞാൻ ഇന്ന് പറയുന്നില്ല ഉത്രാട ദിനത്തിന്റെ അന്ന് എന്നാണ്. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ VD സതീശൻ ഗവൺമെന്റ് വെറും കക്ഷി രാഷ്ട്രീയം, പാർട്ടി പൊളിറ്റിക്സ് മാത്രം നോക്കിയിട്ട് ജീവനക്കാരെ സ്ഥലം മാറ്റുന്നു. അവരുടെ സർവീസോ അവരുടെ സേവനത്തിന്റെ ഗുണമോ അവർ നൽകേണ്ട ഭരണപരമായ സൗകര്യങ്ങളോ ഒന്നുമല്ല, രാഷ്ട്രീയം മാത്രം നോക്കിയിട്ട്. അതിന്റെ ഭാഗമായിട്ട് കാസർഗോട്ട് ഒരു ജീവനക്കാരി മരണപ്പെടുന്നു, കണ്ണൂരിൽ ഒരു ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരി മരണപ്പെടുന്നു. ഇങ്ങനെ മരണപ്പെട്ട സഹപ്രവർത്തകരെ ഓർത്ത് കണ്ണീര് വാർക്കുകയാണ് ശ്രീകുമാർ ചേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വലിയ പ്രയാസം. KSRTCയിൽ എന്തോ അലവൻസ് കൊടുത്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. കഴിഞ്ഞ വർഷവും കൊടുത്തിരുന്നു ഈ 3000 രൂപ ശമ്പളം കൊടുത്തു. ഈ മാസത്തെ ശമ്പളം കൊടുത്തോ? ശ്രീകുമാർ ചേട്ടൻ അത് അന്വേഷിച്ചോ? കിട്ടിയിട്ടില്ലാന്നേ. ഈ മാസം ശമ്പളം KSRTC കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഇൻസെന്റീവ്, ഓവർ ടൈം അലവൻസ്, പിന്നെ ബാറ്റ സറണ്ടർ ഒരു ജീവനക്കാരന് ശരാശരി 15,000 രൂപ വെച്ച് കിട്ടണം KSRTCയിൽ ജൂൺ ജൂലൈ മാസങ്ങളിലേത്. കിട്ടിയിട്ടില്ല. അതെല്ലാം കിട്ടിയിരുന്നെങ്കിൽ ശ്രീകുമാർ ചേട്ടോ ഇന്നത്തെ ഉത്രാട ദിനം വീർപ്പുമുട്ടുമായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ നഗരങ്ങൾ വീർപ്പുമുട്ടുമായിരുന്നു. അവരെല്ലാം ഈ KSRTC ജീവനക്കാർ കുടുംബസമേതം ഇറങ്ങുമായിരുന്നു. കിട്ടിയില്ല അവർക്ക് ആ തുകയൊന്നും. കഴിഞ്ഞ വർഷം കൊടുത്ത 3000 മാത്രമേ നിങ്ങൾ ഇത്തവണയും കൊടുത്തിട്ടുള്ളൂ. പട്ടികജാതിക്കാരെ കുറിച്ച് പറഞ്ഞു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ. ആ പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ അധ്യയന വർഷം ആരംഭിച്ച ജൂണിൽ തുറന്നു. ഇപ്പോൾ 3 മാസം പിന്നിടുന്നു. അവിടെ ഈ പട്ടികജാതി വിദ്യാർത്ഥികൾ അവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ, പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള കുട്ടികൾ, അവരുടെ പഠനവും അവിടുത്തെ താമസ സ്ഥലത്തെ സൗകര്യങ്ങളും നോക്കുന്നതിന് വേണ്ടി ശ്രീകുമാർ ചേട്ടോ ഈ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ MCRT മേട്രൻ കം റെസിഡൻഷ്യൽ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് താൽക്കാലിക നിയമനാണെന്ന്. ചെറിയ പൈസ അവർക്കൊക്കെ കൊടുക്കാറുള്ളൂ. താൽക്കാലിക നിയമന 3 മാസമായിട്ട് നടത്തിയിട്ടില്ല. 100 കണക്കിന് ഈ പ്രീ മെട്രിക് ഹോസ്റ്റലുകൾ അവിടെ അങ്ങനെ നിയമിച്ചിരുന്നുവെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് പ്രധാനമായിട്ടും നിയമിക്കുക. ഈ MCRT ആയിട്ട് അങ്ങനെ യോഗ്യതയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ നല്ല ഓണം എത്തുമായിരുന്നില്ലേ? 3 മാസമായിട്ട് ആ നിയമനം നടക്കില്ല. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ? കുട്ടികളുടെ പഠനം, ഇവർ സ്കൂൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് 5 മണി മുതൽ വൈകിട്ട് 5 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 8 മണി വരെയാണ് ഈ MCRTമാരുടെ സേവനം. അവിടെ രാത്രിയിൽ ഹോംവർക്ക് ചെയ്യാൻ, മറ്റു കാര്യങ്ങൾക്ക് ട്യൂഷൻ എടുക്കും. അവിടെ തന്നെ താമസിച്ച് അവരുടെ അച്ചടക്കവും മറ്റും പരിപാലിക്കും. ഇതാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ സകല മേഖലയിലും. എന്നിട്ട് ശരത്തെ, നിങ്ങൾ രാഷ്ട്രീയം നോക്ക്. എന്ത് അവസ്ഥയാണ് UDFനുള്ളത്? എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഏതെല്ലാം തരത്തിൽ അപഹാസ്യമായ നിലയിൽ നുണകൾ ഞങ്ങളാണ് പറയുന്നതെന്ന് പറഞ്ഞു. ടാറ്റ 10,000 കോടി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങളാണോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? അത് ശരിയല്ല, ഞങ്ങൾ അങ്ങനെ ഒരു പദ്ധതി 10,000 കോടി കേരളത്തിൽ കൊണ്ടുവരാൻ ആലോചിച്ചിട്ടില്ല എന്ന് ടാറ്റ പറയുന്നു. നുണയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? അത് നുണ എന്നല്ലാതെ വേറെ എന്താ പറയേണ്ടത്? നിങ്ങൾ പറയൂ. അവിടെ നേരത്തെ കാണിച്ച ഹെലികോപ്റ്റർ യാത്ര നിങ്ങൾ നോക്ക്. ഈ ശ്രീകുമാർ ചേട്ടൻ പോലും അന്ന് പിണറായി ആക്ഷേപിച്ചതാ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന്. നിങ്ങളുടെ അന്നത്തെ ശ്രീകുമാർ ചേട്ടന്റെ ആരാധ്യ പുരുഷനായ അന്നത്തെ KPCC പ്രസിഡന്റ് വംശീയമായിട്ട് അധിക്ഷേപിച്ചു. ചെത്തുകാരന്റെ മോൻ എങ്ങനെയാ ഹെലികോപ്റ്ററിൽ പറക്കുന്നത് എന്ന് ചോദിച്ചു അന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരൻ. നിഷേധിച്ചിട്ടില്ല, അതിനെ വിമർശിച്ചിട്ടില്ല ശ്രീകുമാർ ചേട്ടൻ. പക്ഷേ ഇവിടെ ആ ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ച് നുണ പറയുകയല്ലേ? എന്തിനാ പോകുന്നത് ശ്രീകുമാർ ചേട്ടാ? ഈ മത്സ്യത്തൊഴിലാളികളെ കാണാനാണോ? പ്രളയക്കെടുതി കാണാനാണോ? കല്യാണം കൂടാൻ വേണ്ടിയിട്ട്, അതുപോലെ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്, അമ്മായി അച്ഛന്റെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിക്കുമ്പോൾ പിന്നെ നുണകൾ പറയുന്നു. ഇതിനെ നുണ എന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? ഒരാൾ കള്ളം പറഞ്ഞാൽ കള്ളം എന്നല്ലാതെ മറ്റൊന്ന് വിളിക്കാൻ വേണ്ടി കഴിയും? നിങ്ങളിങ്ങനെ ഓരോ വിഷയം, മുഖ്യ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പോകട്ടെ,
മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഇത്തരം പ്രസ്താവനകളുടെ പ്രശ്നങ്ങളില്ലേ? ഓക്കെ, അത് താങ്കൾക്ക് അറിയാത്തതല്ലോ. ഇപ്പൊ പാലത്തായി കേസ് എത്ര തവണ ചർച്ച ചെയ്താണ് മീഡിയ. കണ്ണൂർ ജില്ലയിലെ പാലത്തായിൽ ഒരു പെൺകുട്ടി അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെട്ട സംഭവം. അയാൾക്ക് എങ്ങനെയാ ഇപ്പൊ ജാമ്യം കിട്ടിയത്? നിങ്ങളുടെ AICC ജനറൽ സെക്രട്ടറിയാ ചോദിച്ചത് കേരളത്തിൽ BJP ആണോ ഭരിക്കുന്നതെന്ന്. കോഴിക്കോട്ടെ KPCC ജനറൽ സെക്രട്ടറിയാ പറഞ്ഞത് എങ്ങനെ BJP-ക്കാരായ ആളുകൾ ഗവൺമെന്റ് ലീഡർമാരായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് എന്താ? കേരളത്തിലേറെ വിവാദമായ പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട അധ്യാപകന് ഇപ്പൊ ജാമ്യം കിട്ടിയില്ലേ? BJP നേതാവ് പുറത്തിറങ്ങിയില്ലേ? നിങ്ങളുടെ കോടതി വക്കീൽ ഓഫീസിന്റെ AG ഓഫീസിന്റെ തലശ്ശേരിക്കാരനായ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വരുത്തിയ വീഴ്ചയുടെ ഭാഗമായിട്ടല്ലേ അത് സംഭവിച്ചത്? എന്നിട്ട് നിങ്ങളാണോ രാഷ്ട്രീയം പറയാൻ നോക്കുന്നത്? ഇടതുപക്ഷം LDF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കൂടാത്തതാണോ പ്രശ്നം? എങ്ങനെയാ നിങ്ങൾ പറഞ്ഞു ഗുണ്ടകളെ, ഒറ്റ കാര്യം കൂടി ചേർത്തെ, ഗുണ്ടകളെ എല്ലാം വീഴ്ത്തി. എങ്ങനെയാ കാപ്പ കേസിൽ പ്രതിയായി ജയിലിലടക്കപ്പെട്ട ഗുണ്ട BJP നേതാവിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരമുണ്ടായത്? ഗവൺമെന്റ് പ്രത്യേകം ഉത്തരവിറക്കിയില്ല അതിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്തല്ലേ ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പോ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ മന്ത്രി ഓഫീസിനല്ലേ ആ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്? ഒരു ഗുണ്ടക്ക് വേണ്ടിയിട്ട്, ഗുണ്ടക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? എങ്ങനെയാ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായിട്ടുള്ള സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിട്ടുള്ള ആളുകൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയത്? എന്നിട്ട് ആ കേസിന്റെ സ്ഥിതി എന്താ? നിങ്ങൾ ഗുണ്ടകളെ പിടികൂടുന്നവരാണെങ്കിൽ, മദ്യമാഫിയയെ മയക്കുമരുന്ന് മാഫിയയെ പിടികൂടുന്നവരാണെങ്കിൽ ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എന്റെ ജില്ലയിലാ ശ്രീകുമാർ ചേട്ടാ സ്ഥലം മാറ്റി. ഇത്രയും ദിവസമായിട്ട് 1 മാസത്തോളം അടുക്കാണല്ലോ. ആ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്ത് ഗുണ്ടാ മാഫിയ വാഴ്ചയമർച്ച ചെയ്തു എന്ന് പറയുന്നത്? എല്ലാവർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. LDF-ന്റെ യോഗം കൂടാത്തതല്ല പ്രശ്നം. ഇവിടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു? കേരളം ഇരുളിലേക്ക് പോകുന്നു. നെറികെട്ട ഭരണമായിട്ട് മാറുന്നു. നിങ്ങൾ ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? റൈറ്റ്. ഞാൻ ശ്രീ ജയചന്ദ്രൻ, ഏതായാലും ഞാൻ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പിളുകൾ വീഡിയോയായി തന്നെ അവതരിപ്പിച്ചു. കാരണം നമ്മൾ പറയുന്നതിനപ്പുറം ആ വീഡിയോയിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹം തന്നെ എങ്ങനെ തിരുത്തി പറയുന്നു, വസ്തുത എന്താണ്, നേരും നുണയും തമ്മിലുള്ള അന്തരം എത്രമാത്രമാണ് എന്നെല്ലാം മനസ്സിലാക്കുന്ന നിരവധി വീഡിയോകൾ ഈ ചർച്ചയുടെ ഭാഗമായി വെച്ചു. ഏതായാലും അതിനെ ഒന്നിനെയും ഡിസ്പ്യൂട്ട് ചെയ്യാൻ ശ്രീ N. ശ്രീകുമാർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകതയോടെ തന്നെ കാണുന്നു, പറയുന്നു. ഞാൻ ശ്രീ ജയചന്ദ്രനോട് ചോദിക്കാൻ വരുന്നൊരു കാര്യം, ഇതേ കാലയളവിൽ ഈ 100 ദിവസം മുഖ്യമന്ത്രിയെ നോക്കിയാൽ അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തെയും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും ഏറ്റവും അധികം സംഘപരിവാർ വിധേയത്വം ഇങ്ങനെ തൊട്ടെടുക്കാൻ പാകത്തിന് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എത്ര അനുഭവങ്ങൾ മലയാളിക്കും. പക്ഷേ ഞാൻ അതേക്കുറിച്ചല്ല ചോദ്യം. ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് തൊട്ടു മുമ്പും പ്രതിപക്ഷ നേതാവായിരുന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ആക്ഷേപം ആളുകൾക്ക് തികഞ്ഞ ബോധ്യമായി ഭരണത്തിൽ നിന്ന് കിട്ടുമ്പോൾ, തോന്നുമ്പോൾ അദ്ദേഹത്തെ അത് ബാധിക്കുന്നതേയില്ല, അദ്ദേഹത്തിനതൊരു പ്രശ്നമേ അല്ല എന്ന നിലയിലല്ലേ അദ്ദേഹം പെരുമാറുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ ധാരണ ഏത് നിലയിലാണ് വേരുറച്ചിട്ടുള്ളത് UDF രാഷ്ട്രീയത്തിൽ എന്നുള്ളത് നമുക്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വന്തം പാർട്ടിയായ കോൺഗ്രസിനെ പോലും പരിഗണിക്കാതെ അദ്ദേഹം ഭരണത്തിൽ പരിപൂർണമായും ഈ സഹായം തേടുന്നത് മുസ്ലിം ലീഗിന്റെയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ മൂവാറ്റുപുഴ ജില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് പിന്നാലെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വെടിപൊട്ടിക്കുന്നത്. അപ്പൊ വ്യക്തമാണ് എന്താണ് കാര്യം എന്നുള്ളത്. പുതിയ ജില്ല വരുന്നതിന്റെ പ്രശ്നം എന്തൊക്കെയാ? എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ജില്ല വിഭജിക്കേണ്ടത് പോപ്പുലേഷൻ ബേസിസിലാണ്. അങ്ങനെയാണെങ്കിൽ 2011 സെൻസസ് അനുസരിച്ച് ഈ 2026 മലപ്പുറം ജില്ലയുടെ ജനസംഖ്യ എത്രയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എറണാകുളത്തിന്റെ, തിരുവനന്തപുരത്തിന്റെ, ആലപ്പുഴയുടെ പറയാൻ പറ്റുമോ? 2011 ജനസംഖ്യ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അടുത്ത സെൻസസ് വരണം. അപ്പൊ പോപ്പുലേഷൻ മാത്രമാവരുത് മാനദണ്ഡം. അപ്പൊ വികസന പിന്നോക്കാവസ്ഥയാകണം മാനദണ്ഡം. അങ്ങനെ വികസന പിന്നോക്കാവസ്ഥ നോക്കുമ്പോൾ കാസർഗോഡ്, വയനാട്, പാലക്കാട്, ഇടുക്കി ഈ 4 ജില്ലകളാണ് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ. ഇവിടെ 4ഉം ബന്ധിപ്പിച്ച് ഒരു പ്രശ്നങ്ങളും പറയാനില്ല. അങ്ങനെ മുസ്ലിം ലീഗിന്റെ താല്പര്യം എന്താണോ അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ നീക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഒന്നാണ്. രണ്ടാമത്,
കഴിഞ്ഞ വർഷം ഈ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെയും കാര്യം ശ്രീകുമാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്. കഴിഞ്ഞ വർഷം പിണറായി വിജയൻ സർക്കാർ കൊടുത്തത് 20,000 രൂപ ശമ്പള അഡ്വാൻസും 4,500 രൂപയും 3,500 രൂപയും ബോണസുമാണ് കൊടുത്തത്. അതേ തുക തന്നെയാണ് ശരത്തെ ഈ വർഷം സതീശൻ സർക്കാരും കൊടുക്കുന്നത്. അതേ തുക 20,000 രൂപ, 4,500 രൂപ, 3,500 രൂപ. അതിൽ എന്ത് വ്യത്യാസമാണ് അതിനകത്തുള്ളത്? സാധാരണ അങ്ങനെയാണ് സർക്കാരുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു പുതിയ ഗവൺമെന്റ് 10 വർഷത്തിന് ശേഷം UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ജീവനക്കാരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളത് അവർ തന്നെയാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനാ നേതാക്കൾ എന്റെ സുഹൃത്തുക്കളുണ്ട്, ഈ സർക്കാർ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ സുഹൃത്തുക്കളുണ്ട്. അവരെ എന്നോട് നേരിട്ട് സംസാരിച്ചാണ്, ഫോണിലല്ല, നേരിട്ട്. ഇതാണ് ഇവരുടെ പരിപാടി. പിന്നെ ഞങ്ങളൊക്കെ ജനിച്ചപ്പോഴേ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരാ, കാരണം മാർഗമില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടാണ് ജനം എല്ലാം ചെയ്തു, ജനത്തിന് വേണ്ടി എല്ലാം ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യുന്നത് എവിടെയാണ്? താങ്കൾ എന്നെ കോട്ട് ചെയ്തതിന്റെ കാര്യം പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഞാൻ അതോടൊന്നും സ്പർശിച്ചു പോകാതെ പറ്റില്ലല്ലോ. ഈ വിഴിഞ്ഞം പോർട്ട് അല്ല മിഷൻ സമുദ്ര. ഞാൻ പറഞ്ഞ മിഷൻ സമുദ്രയുടെ കാര്യമാണ് പറഞ്ഞത്. പോർട്ട് സിറ്റി, കേരളത്തിനെ പോർട്ട് സിറ്റി ആക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ 2 പദ്ധതികൾക്കും കൂടെ വേണ്ടി മാത്രം 1.5 ലക്ഷം കോടി രൂപ വേണം. നിർദ്ദിഷ്ട എസ്റ്റിമേറ്റ് പ്രകാരം എന്താണ് പദ്ധതി? ഈ 1.5 ലക്ഷം കോടി രൂപ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? എങ്ങനെ, ഏത് മേഖലയിൽ ഉണ്ടാക്കും? അപ്പൊ അത് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല, സ്വകാര്യ മേഖല ആശ്രയിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. സ്വകാര്യ മേഖല ഏതൊക്കെ തരത്തിലാണ് ആശ്രയിക്കുന്നത്? കേരളത്തിലെ നിങ്ങൾ ഒറ്റ കൊടുക്കാൻ പോവുകയാണോ, പണയപ്പെടുത്താൻ പോവുകയാണോ, അതോ വിൽക്കാൻ പോവുകയാണോ? ഇതറിയണ്ട കേരളത്തിലെ ജനങ്ങൾക്ക്. അവകാശമില്ലേ? നിങ്ങൾ 100 ദിവസമായി ഇതുവരെയും കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്താണ് നിങ്ങൾ ഈ പോകുന്ന മിഷൻ സമുദ്രയുടെയും ബ്ലൂ എക്കോണമിയുടെയും പോർട്ട് സിറ്റി ഹബിന്റെയും കാര്യത്തിൽ ചെയ്യാൻ പോകുന്ന 1.5 ലക്ഷം കോടി രൂപയ്ക്കുള്ള വക എന്താണ് കണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഈ പ്രൈവറ്റൈസേഷൻ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം വരുമ്പോ ഞങ്ങൾ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്തു, അത് കൊടുക്കണമെന്നേ. അത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാനുള്ളത് ഏതൊരു ഗവൺമെന്റിന്റെ ചുമതലയാണ്. പക്ഷെ ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നത് ക്ഷേമ പെൻഷൻ കൊടുത്തോ ഇല്ലയോ എന്നതിനെ ആസ്പദമാക്കിയല്ല എന്നുള്ളത് അറിയാത്ത ആളൊന്നുമല്ല ഒരു സീസൺഡ് ജേർണലിസ്റ്റായി നിൽക്കുന്ന താങ്കൾ. അതെനിക്കറിയാം. പക്ഷേ അന്ധമായ കോൺഗ്രസ് ഭക്തി താങ്കളെ അത് പറയാൻ അനുവദിക്കുന്നില്ല. അത്രയുള്ള കാര്യം. ശരി, ശ്രീകുമാർ, ഇതാണ് സർക്കാരിന്റെ ട്രാക്കെങ്കിൽ നല്ല കലക്കും എന്നാണ് പലരും പറയുന്നത്. നോക്കൂ ശ്രീ ശരത്തെ, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ VPP മുസ്തഫ പറഞ്ഞല്ലോ 3 സ്ഥലമാറ്റത്തുമായി ബന്ധപ്പെട്ട ദുരന്തത്തെ കുറിച്ച്. അതിന് വ്യക്തമായ ഉത്തരം മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. എന്തായാലും CPM ഭരണകാലത്ത് CPM-മായി ബന്ധപ്പെട്ട ഒരു വിഷയത്തില് ADM നവീൻ ബാബു ജീവൻ പോയ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ മകൾക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തു. 1. അന്നത്തെ LDF ഗവൺമെന്റ് കാലത്ത് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് വയറ്റിൽ കത്രിക പോയ ഹർഷീനയ്ക്ക് ജോലി കൊടുത്തത് ഈ ഗവൺമെന്റ്. 2. തിരുവനന്തപുരത്ത് ഒരു നേതാവിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നേതാവിന്റെയും അഹങ്കാരം കൊണ്ട് ജോലി പോയ KSRTC ഡ്രൈവർക്ക് ജോലി കൊടുത്ത ഈ ഗവൺമെന്റ്. പിന്നെ എന്തായാലും ഈ ജയേന്ദ്രമർദ്ദ ഒരു കാര്യത്തില് ഒറ്റ ഉത്തരേ പറയുന്നുള്ളൂ. കൊച്ചിൻ ഷിപ്പ്യാർഡിന് 18 ഏക്കർ സ്ഥലം കിട്ടിയിരുന്നില്ല. ആ 18 ഏക്കർ സ്ഥലം വെറുതെ കൊടുക്കാതിരുന്ന മുൻ ഗവൺമെന്റ് അതെന്തായാലും കൊടുത്തിട്ട് അവിടെ ഇപ്പം 2,000 പേർക്ക് നേരിട്ട് ജോലി നൽകുന്ന 5,000 കോടിയുടെ നിക്ഷേപം ഷിപ്പ്യാർഡ് ആരംഭിക്കാൻ പോവാ. അവിടെ എന്തോ കപ്പലിന്റെ ഒരു ബോഡി നിർമ്മാണോ അങ്ങനെ എന്തോ ഒരു വിഷയമാണ്, അവിടെ എന്തോ ഒരു പദ്ധതിയാണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ കൈരളിയുടെ എന്തായാലും കൈരളി എഴുതി കാണിക്കുന്നുണ്ട്, നാടെങ്ങും ആഘോഷ ലഹരി. സങ്കട ലഹരി എന്നല്ലല്ലോ. അപ്പൊ ആഘോഷം ഉണ്ട് സ്ഥലത്തെ, ആഘോഷിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ കൈരളി അറിയാതെ സത്യം പറഞ്ഞു. അയ്യോ, അങ്ങനെയല്ല കേട്ടോ. മലയാളി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുണ്ട് മുറുക്കി ഉടുത്താലും, ശ്രീ AK ആന്റണി കടപ്പാട് മുണ്ട് മുറുക്കി ഉടുത്താണെങ്കിലും ഓണം ആഘോഷിക്കുന്നതാണ് മലയാളിയുടെ ഒരു ശീലം. അത് N ശ്രീകുമാറിനായാലും ശരത്തിനായാലും VPP മുസ്തഫയ്ക്കായാലും അതുപോലെ ശ്രീ ജയചന്ദ്രനായാലും ആ അവസ്ഥയിൽ കേരളം നിൽക്കുന്നു എന്ന വലിയ വിമർശനം ഈ സർക്കാർ നേരിടുന്നു എന്നുള്ളതാണ് ചർച്ചയിൽ താങ്കളുടെയും മുമ്പിൽ വെച്ചത്. ഞാൻ സമയം എടുക്കുന്നില്ല. ശ്രീ മുസ്തഫ, ഈ സർക്കാരിൻ്റെ ഈ ട്രാക്ക് കേരളം സ്വീകരിക്കുമോ? അത് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണല്ലോ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പോൾ സാധാരണ UDF അനുഭാവികൾ, അതുപോലെ ഇവരുടെ വല്ലാത്ത തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രചരണങ്ങളിൽ വീണുപോയ ആളുകളൊക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്.
എങ്ങോട്ടാണ് ഈ സർക്കാരിൻ്റെ പോക്ക്? കേരളം എന്തുമാത്രം പ്രയാസകരമായ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനകത്ത് നിന്ന് പോലും അത്രയും വലിയ അപശബ്ദങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അവർക്കൊരു KPCC പ്രസിഡന്റിനെ പോലും നിയോഗിക്കാൻ വേണ്ടി കഴിയാതെ വരുന്നത്, അവർക്കൊരു ഒത്തൊരുമ ഇല്ലാതെ പോകുന്നത്. ആശുപത്രി പൂട്ടിയ ഒരു കാലം, ആശുപത്രി കാസർഗോഡ് ജില്ലയിലെ പനത്തടിയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പൂട്ടിപ്പോയി ശ്രീകുമാർ ചേട്ടാ, ഡോക്ടറില്ല മരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നിങ്ങളുടെ ഭരണത്തിന്റെ വേഗത. അങ്ങനെ 10 വർഷത്തിനിടയിൽ കേൾക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച സ്കൂളിൽ തുറക്കിയത്. ഇപ്പൊ 2-3 പേർക്ക് ജോലി കൊടുത്തത് ശരത്തെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു 17,000 പേരെ NHM എന്ന് മാത്രം പറഞ്ഞു വിട്ടു, 2,600 പേരെ കുടുംബശ്രീയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഇങ്ങനെ 10,000-കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടിട്ട് നിങ്ങളൊരു 3 പേർക്ക് ജോലി കൊടുത്തത് മഹാകാര്യമായിട്ട് പറയല്ലേ? അത് നിങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ഓക്കെ, ശ്രീ ജയചന്ദ്രൻ, ഒന്ന് വളരെ ക്വിക്കായി നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പ്രതിപക്ഷ നേതാവായിരുന്ന അവസാന കാലത്തൊക്കെ അദ്ദേഹം പ്രദാനം ചെയ്യാൻ ശ്രമിച്ച ഒരു നറേഷൻ ഉണ്ടല്ലോ, അതുപോലെയൊന്നുമല്ല ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയായാൽ സംഗതി കടുക്കും, വിചാരിച്ച പോലെയല്ല എന്ന് മിനിമം ശ്രീ VD സതീശനെങ്കിലും ഉള്ളിൽ തോന്നുന്നുണ്ടാവുമോ? ശരത്തെ, ഈ VD സതീശൻ ഭരിക്കുമ്പോഴും കേരളത്തിന് ഉയർച്ച ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന മലയാളി പൗരന്മാരാണ് നമ്മളെല്ലാവരും. പക്ഷെ മനസ്സിലാവുന്ന എന്താണ്, കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഇനി അവശേഷിക്കുന്നത് 3,200 കോടി രൂപയേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ പറയുന്ന 100 ദിവസം കടമെടുത്ത് കഴിഞ്ഞെന്ന്. ഇങ്ങനെ എങ്ങനെ കൊണ്ടുപോകും? ഇപ്പോ 10 വർഷം കൊണ്ട് ഈ ഖജനാവിൽ പൂച്ച വെറ്റി കിടക്കുന്ന കാര്യം ഇപ്പോ താങ്കൾ ശ്രീകുമാർ അടക്കമുള്ള ആരും ഇപ്പൊ പറയുന്നില്ല കേട്ടോ. അങ്ങനെ വ്യത്യാസം കൂടെ ഉണ്ട്. കാരണം അധികാരം ഒഴിയുമ്പോഴേ 6,000 കോടി വെച്ചിട്ടാണെന്ന് പിന്നീട് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അതിനുശേഷം ഇത്രയും ദിവസം കൊണ്ട് കടമെടുത്ത തുക എത്രയാണ്? ഞെട്ടിപ്പോവും. അതിനെ സംബന്ധിച്ച് നമ്മൾ വേറെ പ്രത്യേക ചർച്ച തന്നെ വെക്കേണ്ടതാണ്. ആ തരത്തിലേക്ക് കേരളത്തിനെ ഇത്ര വേഗം തള്ളിയിട്ട ഒരു സർക്കാർ എന്നുള്ള ഖ്യാതിയിൽ നിന്ന് ഖ്യാതി എന്നുള്ളത് ഞാൻ പിൻവലിക്കുന്നു, അപഖ്യാതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കാൻ നിങ്ങളെ പോലുള്ള ഈ VD സതീശൻ ഫാൻസിനെങ്കിലും കഴിയണം എന്നതേ എനിക്ക് മുമ്പോട്ട് വെക്കാനൊരു നിർദ്ദേശമുള്ളൂ. എല്ലാവർക്കും ഓണാശംസകൾ. ഏതായാലും ഉത്രാടം കഴിഞ്ഞ് മലയാളി തിരുവോണത്തിലേക്ക് പോവുകയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഓണം ആഘോഷമാക്കുക, സംതൃപ്തിയോടെ കൊണ്ടാടുക എന്നുള്ളത് മലയാളിയുടെ ഒരു ശീലമാണ്. ആ ശീലം മലയാളി ഇത്തവണയും വിട്ടുകളഞ്ഞിട്ടില്ല. ഇത്തവണ അത് കുറെ കൂടി വേണ്ടി വരുന്നു എന്ന ഒരു നിരീക്ഷണമോ വിമർശനമോ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രബലവുമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.